നമസ്കാരം. +1 അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ 5th ആൻഡ് ഫൈനൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത ടേംസ് എന്ന് പറയുന്നത് എൻറ്റിറ്റി, ബിസിനസ് ട്രാൻസാക്ഷൻ, ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്. ഇനി കുറച്ച് അക്കൗണ്ടിങ് ടേംസും കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. സാറേ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. തീർച്ചയായും. അപ്പം കുട്ടികളെ, നമുക്ക് തുടക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടേം പറഞ്ഞുകൊണ്ട് പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം. അസറ്റ്സ് എന്നാണ് പറയാം. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ആസ്തികൾ എന്നാണ് പറയാം. ഇതിനെ ഒരു ടെക്നിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അസറ്റ്സ് ആർ മെറ്റീരിയൽ തിങ്സ്. നമുക്ക് ഫേർണിച്ചർ പോലെയുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് പോലെയുള്ള മെറ്റീരിയൽ തിങ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ ഓർ പൊസഷൻസ്, ചില പൊസഷൻസ് ആയിരിക്കാം. നമ്മൾ പൊസസ് ചെയ്യുന്ന ഇപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് റൈറ്റ് ആയിട്ടുള്ള കോപ്പി റൈറ്റ്, അങ്ങനെയല്ല പകർപ്പവകാശങ്ങളെ പോലെയുള്ള സംഗതികൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ കോപ്പി റൈറ്റ് പോലെയുള്ള സംഗതികൾ. സോ അസറ്റ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അസറ്റ്സ് ആർ മെറ്റീരിയൽ തിങ്സ് ഓർ പൊസഷൻസ് ഓർ പ്രോപ്പർട്ടീസ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ് പോലുള്ള പ്രോപ്പർട്ടീസ്, ഇൻക്ലൂഡിങ് ദി എമൗണ്ട് ഡ്യൂ ടു ഇറ്റ് ഫ്രം അതേഴ്സ്. അതുപോലെ തന്നെ അസറ്റ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് പുറത്തു നിന്ന് ആരെങ്കിലും നമുക്ക് പൈസ തരാനുണ്ടെങ്കിൽ ആ ഓയിങ്സിനെയും നമ്മൾ എന്ത് പറയുന്നുണ്ട്, അസറ്റായിട്ട്, ഡെറ്റേഴ്സ് എന്നാണ് അതിന് പറയാം. നമ്മൾ ലേറ്ററായിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ കാണുന്നുണ്ട് എന്താണ് ഡെറ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും അസറ്റ്സ് എന്താണെന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ വി സേ ലൈക്ക് ദിസ്: അസറ്റ്സ് ആർ എന്ന് പറഞ്ഞു നോക്കിയാൽ അസറ്റ്സ് ആർ മെറ്റീരിയൽ തിങ്സ് ഓർ പൊസഷൻസ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബിസിനസ് ഇൻക്ലൂഡിംഗ് ദി എമൗണ്ട്സ് ഡ്യൂ ടു ഇറ്റ് ഫ്രം അതേഴ്സ്. അപ്പോൾ അസറ്റിൻ്റെ മീനിങ് എന്താ നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. നമുക്ക് അസറ്റിനെ 6 ക്ലാസിഫൈ ചെയ്യാം. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്. എന്താണ് ഫിക്സഡ് അസറ്റ്? അസറ്റ് വിച്ച് ആർ അക്വയർഡ് ബൈ എ ബിസിനസ് ഫോർ ദ പെർമനൻറ്റ് യൂസ് ഇൻ ദ ബിസിനസ് ആർ കോൾഡ് ഫിക്സഡ് അസറ്റ്. ഫോർ എക്സാമ്പിൾ, ലാൻഡ്, building, plant, machinery, etc. The second one is current asset. Current assets are those assets which are acquired by the business for a short period. For example, cash, bank, stock, prepaid expense, etc. are current assets which can be converted into cash within a short period of time. Then third one is tangible asset. Assets which have a physical existence. That means assets which we can see or touch are known as tangible assets. For example, plant, machinery, building, etc. All these assets can be seen and touched. That asset is known as tangible assets. Then intangible assets. Intangible asset means assets which have no physical existence, so that we cannot see or touch such assets. For example, copyright, patent right, goodwill, etc. Then fifth type of asset is wasting asset. Assets which become exhausted through extraction are known as wasting asset. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വില കുറഞ്ഞു വരുന്ന അസറ്റിനെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, മൈൻസ്, കോറീസ്, oil wells, etc. The last type of asset is fictitious asset. Fictitious assets are those assets which have no value, but we are treating it as an asset for accounting purpose. For example, heavy advertisement expenditure incurred, preliminary expenses of the company, underwriting commission, etc. are examples of fictitious assets. These are the 6 types of അസറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് ലയബിലിറ്റിയാണ് പറയാനുള്ളത്. പക്ഷേ ലയബിലിറ്റീൻ്റെ തൊട്ട് മുമ്പ് പ്രധാനപ്പെട്ട 2 ടേംസ് പറയണം. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ടേംസ് കൂടിയാണ്. അതിലൊന്ന് ഡെറ്ററാണ്. ഈ ഡെറ്റർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡെറ്റർ ഈസ് എ പേഴ്സൺ ഹൂ ഓസ് മണി ടു ദി ബിസിനസ്. ബിസിനസ്സിന് നമ്മളിപ്പോൾ ബിസിനസ്സിന് കണക്കാണല്ലോ ചെയ്യുന്നത്. അന്നപ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസ തരാനുള്ള ആളുകളെയാണ് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഡെറ്റർ, കൂടുതൽ ആളുകളുണ്ടാവും സ്വാഭാവികമായിട്ടും. അവരെ വിളിക്കുന്ന പേരാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെറ്റർ, ഹൂ ഈസ് എ ഡെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡെറ്റർ ഈസ് എ പേഴ്സൺ
ഹു ഓസ് മണി ടു ദി ബിസിനസ്. സാധാരണ നമ്മൾ കടത്തിന് സാധനം വിൽക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കടത്തിനായിരിക്കും വിൽക്കുന്നുണ്ടാവുക. ഒരു മാനുഫാക്ചറിങ് ഫേമുകൾക്കാണെങ്കിൽ അതിൻ്റെ ഗുഡ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവുക എന്തിനായിരിക്കും, കടത്തിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർ നമുക്ക് പൈസ തരാനുണ്ടാവും. അവരെയാണ് നമ്മൾ ഡെറ്റർ എന്നുള്ള രീതിയിൽ പറയുന്നത്. മറ്റൊരു ടേം ക്രെഡിറ്റർ എന്നാണ്. ആരാണ് ക്രെഡിറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓസ് മണി എന്നുള്ളതാണ്. ബിസിനസ് നമ്മുടെ സ്ഥാപനം കൊടുക്കാനുള്ള വ്യക്തികൾ, പൈസ കൊടുക്കാനുള്ള ആളുകളെയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. സാധാരണ ക്രെഡിറ്ററായിട്ട് വരുന്നത്, ക്രെഡിറ്റേഴ്സായിട്ട് വരുന്നത് സപ്ലയേഴ്സാണ്. നമ്മൾ റോ മെറ്റീരിയൽസൊക്കെ മേടിച്ചിട്ടുള്ള ആളുകൾക്ക് കടത്തിന് മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടാവും. ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ടേംസാണ് ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ടേമായിട്ട് വരുന്നത് ലയബിലിറ്റിയാണ്. എന്താണ് ലയബിലിറ്റി എന്നുള്ളതിനെ കുറിച്ച്? ലയബിലിറ്റി എന്നുള്ളതിന് നമ്മൾ മലയാളത്തിൽ ബാധ്യത എന്ന് പറയും. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓവ്ഡ് ബൈ എ ബിസിനസ് ടു അതേഴ്സ്. ഒരു ബിസിനസ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള തുകയെയാണ് നമ്മൾ ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗുഡ്സ് ഒരാളിൽ നിന്ന് കടം വാങ്ങിക്കുകയാണെങ്കിൽ അയാൾക്ക് നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെ നമ്മൾ ലയബിലിറ്റി എന്ന് പറയും. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ആ പൈസ നമ്മൾ ബാങ്കിലേക്ക് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് അതും ഒരു ലയബിലിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. സർ, ഇങ്ങനെയുള്ള ലയബിലിറ്റീസ് കറണ്ട് ലയബിലിറ്റിയോ അതുപോലെ ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയും. ലയബിലിറ്റി വിച്ച് ആർ പേയബിൾ വിത്തിൻ എ പീരീഡ്, വിത്തിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു വീട്ടുന്ന ലയബിലിറ്റിയെ നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറയും. അതേസമയത്ത് ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയുന്നത്, ലോങ് ടേം ലയബിലിറ്റി മീൻസ് എ ലയബിലിറ്റി വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 ഇയർ. ഒരു വർഷത്തിന് ശേഷം കൊടുത്തു തീർക്കാനുള്ള ലയബിലിറ്റിയാണ് നമ്മൾ ലോങ് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു 4 അക്കൗണ്ടിങ് ടേംസ് ഒരുമിച്ച് പഠിക്കാം. റവന്യൂ, എക്സ്പെൻസ്, പ്രോഫിറ്റ്, ലോസ്. ഇത് 4 റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് നോക്കാം. എന്താ റവന്യൂ? ദ എമൗണ്ട് ഏൺഡ് ബൈ എ ബിസിനസ് by selling its products or providing service to customers is known as revenue. That is interest received, amount received by sale of goods, commission received, etc. അടുത്തത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് മീൻസ് the cost incurred for generating revenue is called expense. For example, salary paid, wages paid, rent paid, etc. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പെൻസ് എന്താണ്, റവന്യൂ എന്താണെന്ന് പഠിച്ചു. ഇനി പ്രോഫിറ്റ് എന്താണെന്ന് നോക്കാം. നമുക്ക് ലാഭം നമ്മൾ പറയാറില്ലേ, എന്താ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ഇൻ എൻ അക്കൗണ്ടിങ് പീരീഡ് ഈസ് നോൺ ആസ് പ്രോഫിറ്റ്. അതായത് റവന്യൂ മൈനസ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. എന്താ ലോസ് എന്ന് പറയുന്നത്? എക്സസ് ഓഫ് എക്സ്പെൻസ് over revenue during an accounting period is known as loss. So these are the 4 terms: expense, revenue, profit, loss. അടുത്തൊരു ടേമാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് സ്പെൻഡ് ഓർ ലയബിലിറ്റി ഇൻകേർഡ് ഫോർ അക്യൂറിങ് അസെറ്റ്സ് ഓർ അസെറ്റ്സ് ആൻഡ് സർവീസസ്. അസറ്റുകളോ അല്ലെങ്കിൽ സർവീസസുകളോ അവെയിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അസറ്റുകൾ അക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ്. ഇനി എമൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ലയബിലിറ്റിയാണ്, കടമാണ്. കടത്തിനാണ് നമ്മൾ ഇപ്പോൾ ഒരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങിച്ചിട്ടുള്ള വെൻഡർക്ക് കൊടുക്കാനുണ്ട്. ലയബിലിറ്റി പിന്നെ ഇൻസ്റ്റാൾമെൻറ്റിലോ അല്ലെങ്കിൽ പിന്നീട് ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് നടക്കുന്നതെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ പോലും ആ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എക്സ്പെൻഡിച്ചറായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ഇറ്റ് ഈസ് ദി എമൗണ്ട് സ്പെൻഡ് ഓർ ലയബിലിറ്റി ഇൻകേർഡ് എന്ന് പറഞ്ഞാൽ കടത്തിന് ആ സാധനങ്ങൾ മേടിക്കാനുള്ള പോസിബിലിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ പോലും അതിനെന്തായിട്ട് ട്രീറ്റ് ചെയ്യും? എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ വാട്ട് ഈസ് എക്സ്പെൻഡിച്ചർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻ സിമ്പിൾ സെൻസ് വി സേ ലൈക്ക് ദിസ്: ഇറ്റ് ഈസ് ദി എമൗണ്ട് സ്പെൻഡ് ഓർ ലയബിലിറ്റി ഇൻകേർഡ് ഫോർ അക്യൂറിങ് അസെറ്റ്സ് ആൻഡ് സർവീസസ്. അസറ്റ്സുകളും സർവീസുകളും അവെയിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അക്യൂർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പെൻഡ് ചെയ്ത എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മേടിക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന എമൗണ്ടിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിന് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും
മറ്റൊന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും പറയാം. സോ ദ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ അക്യൂറിങ് ഫിക്സ്ഡ് അസറ്റ് ഈസ് കോൾഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസറ്റുകളിൽ തന്നെ രണ്ട് തരത്തിലുള്ള അസറ്റ് ഉണ്ട്, ഫിക്സ്ഡ് അസറ്റ്, കറണ്ട് അസറ്റ്. അതിൽ ഫിക്സ്ഡ് അസറ്റിൻ്റെ അക്യൂസിഷന് വേണ്ടി ചിലവഴിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതേസമയം ദ എക്സ്പെൻഡിച്ചർ ഓൺ ദി റൂട്ടീൻ ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. റവന്യൂ എക്സ്പെൻഡിച്ചറിനാണ് നമ്മൾ എക്സ്പെൻസസ് എന്നും പറയുന്നത്. സാലറി കൊടുക്കുന്നത്, പർച്ചേസസ് പോലെയുള്ള സംഗതികളൊക്കെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ഒരു മെയിൻ്റനൻസ് എക്സ്പെൻസസ് കൂടിയാണ്. എന്താ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കാറ് മേടിക്കുകയാണെങ്കിൽ, ഒരു നമ്മുടെ വീട്ടിലേക്കാണെങ്കിലും ഇനി ബിസിനസ് സ്ഥാപനത്തിലേക്കാണെങ്കിലും ആ കാറ് മേടിക്കുക എന്നുള്ളത് റവന്യൂ ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതേ സമയത്ത് അതിന് പെട്രോൾ അടിക്കുന്നത്, അതിൻ്റെ റിപ്പയർ ചാർജൊക്കെ എന്തായിട്ട് വരും, റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട്, മെയിൻ്റനൻസ് ആണല്ലോ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീണ്ടും ഈ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പറയും. അടുത്തതായിട്ട് ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് അക്കൗണ്ടിങ് ടേംസും കൂടെ എന്താണെന്ന് നോക്കാം. ഒന്ന് സ്റ്റോക്ക്, മറ്റൊന്ന് ഗുഡ്സ്. വാട്ട് ഈസ് ഗുഡ്സ്? Goods means the item which are purchased or produced by a business organization for resale, or the goods in which the business deal in is known as goods. For example, for a furniture dealer, he deals in furniture, so furniture is the goods. For a stationery merchant, he deals in stationery items, so stationery is a goods. So the item in which the business deals is known as goods. അടുത്ത നമുക്ക് സ്റ്റോക്കാണ്. നമ്മൾ കേൾക്കാറുള്ള ഒരു ടേമാണ് സ്റ്റോക്ക്. സ്റ്റോക്ക് മീൻസ് ദ പ്രോഡക്റ്റ് അവൈലബിൾ ഇൻ ദ ബിസിനസ് ഫോർ സെയിൽ ഈസ് നോൺ ആസ് സ്റ്റോക്ക്. ദ പ്രോഡക്റ്റ് ഓർ ഐറ്റംസ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഇൻ ദ ബിസിനസ് ഫോർ സെയിൽ ഈസ് നോൺ ആസ് സ്റ്റോക്ക്. The goods available for sale at the end of the period is known as closing stock. The goods available for sale at the beginning of the year is known as opening stock. So that is about goods and stock. വരുന്നത് വൗച്ചർ എന്നാണ്. ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് വൗച്ചർ. ഒരു ട്രാൻസാക്ഷന് അതിന് തെളിവായിട്ട്, അതിൻ്റെ സപ്പോർട്ടീവ് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റിനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ക്യാഷ് മെമ്മോ അല്ലെങ്കിൽ റെസിപ്റ്റുകൾ, ഇൻവോയ്സസ് ഒക്കെ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ചാപ്റ്ററിൽ വൗച്ചറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ചാനലിൽ വരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദയൻ സർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അതെ, ഈ ബേസിക് അക്കൗണ്ടിങ് ടേംസ് എന്നുള്ള ഈ ടോപ്പിക്കോടുകൂടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററാണ് തുടർന്ന് വരുന്ന എല്ലാ പോർഷൻ്റെയും ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഈ ഫസ്റ്റ് ചാപ്റ്റർ നന്നായി പഠിച്ച് ഹൃദ്യസ്ഥമാക്കണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ എല്ലാവർക്കും നമസ്കാരം.